ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് കോൺക്രീറ്റിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആണ് പഠിച്ചത്. എങ്ങനെയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, എന്തൊക്കെയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസും എന്താണെന്നും പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അഗ്രിഗേറ്റിൻ്റെയും കോൺക്രീറ്റിൻ്റെയും സിമെൻറ്റ് പേസ്റ്റിൻ്റെയും ഒക്കെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്നും, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, ലോഡിങ് ഇലാസ്റ്റിക് ലോഡിങ്, അതായത് ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോൺക്രീറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെയാണ് പഠിച്ചത്. നമുക്ക് കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ് അതാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ അല്ല, ഒരു കർവ്ഡ് ഷേപ്പാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിനുള്ളത്. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ വെച്ചിട്ടാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും MOSലൊക്കെ. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ, അതായത് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ, അതാണ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. സ്ലോപ്പ് അല്ലേ ടാൻ തീറ്റ അല്ലേ, പിന്നെ എന്താണ് dy/dx, അതാണ് അതിൻ്റെ dy എന്ന് വെച്ചാൽ സ്ട്രെസ്, dx സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ കേസിൽ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗ്രാഫിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒരു ലീനിയർ ആണെങ്കിലാണ് നമുക്ക് കറക്റ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മളെ കേസിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒരു കർവ്ഡ് ഷേപ്പാണ്. സോ നമുക്കതിൻ്റെ എന്ത് വേണം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ട്രെയിറ്റ് പോർഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. പക്ഷേ ഇതൊരു കർവ് ആയതുകൊണ്ട് അതിൽ സ്ട്രെയിറ്റ് പോർഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലാണോ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ ഡിഫറെൻറ്റ് നെയിമിൽ നമ്മൾ വിളിക്കും. ടാൻജൻറ്റ് മോഡുലസ്, ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ്, സീക്കൻറ്റ് മോഡുലസ്, അങ്ങനെ കുറേ ടേംസിൽ നമ്മൾ വിളിക്കും. അപ്പോൾ നമുക്കിനി അതൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പം അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ PDF-ൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കൂടെ എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്നുള്ളത് നെക്സ്റ്റ് പറയാൻ പോകുന്ന ഇതിൻ്റെ അകത്തുനിന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ പറഞ്ഞു കർവ്ഡ് ഷേപ്പാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ പോയിന്റിലേക്ക് നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. അപ്പോൾ അതായത് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചിട്ട് ആ ലൈനിൻ്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, ആ ലൈനിൻ്റെ സ്ലോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനെ ബേസ് ചെയ്തിട്ട്, ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ വേറെ ഏതൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ആ പോയിന്റിലേക്കുള്ള ടാൻജൻറ്റ് വരച്ചിട്ട് ആ ടാൻജൻറ്റ് വരക്കുക, എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയും. അപ്പോൾ ടാൻജൻറ്റ് മോഡുലസ് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു പെർട്ടിക്കുലർ പോയിന്റിലും കണ്ടുപിടിക്കാം. പക്ഷേ ഈ ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏത് പോയിന്റിലാണോ നമ്മൾ ടാൻജൻറ്റ് വരച്ചിരിക്കുന്നത് ആ പോയിന്റിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിന് ഫാർ എവേയോ അതുപോലെ തന്നെ അതിൻ്റെ വളരെ അടുത്തുള്ള പോയിന്റും വളരെ ദൂരെയുള്ള പോയിൻറ്റ്സിൻ്റെയും കേസിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റീൻ്റെ വാല്യൂവിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അങ്ങനെ എന്താണ് ജനറലായിട്ട് നമുക്ക് ടാൻജൻറ്റ് മോഡുലസിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ പേരാണ് സീക്കൻറ്റ് മോഡുലസ് എന്ന് പറയും. സീക്കൻറ്റ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഏത് പോയിന്റിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മൾ ഒറിജിൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ സീക്കൻറ്റ് മോഡുലസ് കിട്ടും. അപ്പോൾ ഏത് സ്ട്രെസ് പോയിന്റ് ഏതാണോ, ഏത് വാല്യൂലാണുള്ളത് അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചോ. ഇങ്ങനെയാണ് ഈ ഗ്രാഫിലെ ഈ ഒരു പോയിന്റിൽ കണ്ടുപിടിക്കേണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒറിജിനിലേക്ക് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൻ്റെ സീക്കൻഡ് മോഡുലസ് കിട്ടും. അതായിരിക്കും അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കാം. The term Young's modulus of elasticity can be strictly be applied only to the straight part of stress strain curve. Okay, straight പാർട്ടിൽ മാത്രമേ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റൂ, യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. In the case of concrete, since no part of the graph is straight, the modulus of elasticity is found out with reference to the tangent modulus drawn to the curve at the origin. Okay, the modulus found from this tangent is referred as initial tangent modulus. അതായത് ഒറിജിനിലേക്ക് നമ്മളൊരു ടാൻജൻറ്റ് വരക്കുക. അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ പറയുന്ന പേരാണ് ടാൻജൻറ്റ് മോഡുലസ് എന്ന്. ദിസ് ഗിവ്സ് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് ഓൺലി അറ്റ് ലോ സ്ട്രെസ് വാല്യൂ. ഓക്കെ, ലോ സ്ട്രെസ് വാല്യൂവിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ, ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസിന്. ഫോർ ഹയർ സ്ട്രെസ് വാല്യൂ ഇറ്റ് ഗിവ്സ് മിസ്ലീഡിങ് പിക്ചർ. Okay, any tangent can also be drawn at any point on the stress strain curve. The modulus of elasticity calculated with reference to this tangent is called tangent modulus. നേരത്തെ നമ്മൾ ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ് ആണ് ഒറിജിനിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ്. അത് പക്ഷേ ലോ സ്ട്രെസ് വാല്യൂ കേസിൽ മാത്രമേ നമുക്കത് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. എന്നാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ ഹയർ സ്ട്രെസ് വാല്യൂവിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടാൻജൻറ്റ് മോഡുലസ് എന്ന് പറയുന്നത്. ടാൻജൻറ്റ് മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക് ടാൻജൻറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. The tangent modulus also does not give realistic value of modulus of elasticity for the stress level much above or below the point at which tangent is drawn. നേരത്തെ പറഞ്ഞ കേസ്. Okay, so value of modulus of elasticity will be satisfactory only for stress level in the vicinity of the point considered. അപ്പോൾ ഏത് പോയിൻ്റാണോ കൺസിഡർ ചെയ്തത് അതിനടുത്തുള്ള പോയിന്റിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കറക്റ്റ് വാല്യൂ ആവുള്ളൂ. അതിന് വളരെ ദൂരെയല്ല, വളരെ അടുത്തുള്ള പോയിൻറ്റ്സിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ ടാൻജൻറ്റ് മോഡുലസ് വരച്ചിട്ട് നമുക്ക് കിട്ടിയ ഈൻ്റെ വാല്യൂ ആയിരിക്കില്ല ആ പെർട്ടിക്കുലർ കേസിലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സോ നമ്മൾ എന്ത് വേണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ സീക്കൻഡ് മോഡുലസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, എ ലൈൻ ക്യാൻ ബി ഡ്രോൺ കണക്റ്റിംഗ് എ സ്പെസിഫൈഡ് പോയിന്റ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ curve to the origin of the curve. If the modulus of elasticity is calculated with reference to the slope of this line, the modulus of elasticity is referred as secant modulus. അപ്പോൾ നമ്മളതിനെ പറഞ്ഞ പേരാണ് സീക്കൻഡ് മോഡുലസ്. നേരത്തെ പറഞ്ഞ കേസ് ഏത് പോയിൻ്റാണോ കണ്ടുപിടിക്കണം ആ പോയിന്റിനെ ഒറിജിനിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിനെ പറയുന്ന പേരാണ് എന്ത്, സീക്കൻഡ് മോഡുലസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഫൗണ്ട് ഔട്ട് വിത്ത് റെഫറൻസ് ടു ദ കോഡ് ഡ്രോൺ ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് പോയിന്റ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ദെൻ സച്ച് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് കോഡ് മോഡുലസ് എന്ന് പറയും. രണ്ട് പോയിന്റിലെ കോഡ് വരച്ചിട്ട് രണ്ട് പോയിന്റ്സ് എടുക്കുക. എന്താണ് നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിന്റിൻ്റെ എന്താണ് modulus of elasticity is found out with reference to the code drawn between two specified points. അപ്പോൾ രണ്ട് പോയിൻറ്റ്സിൻ്റെ കോഡ്സ് നമ്മൾ വരച്ചിട്ട് നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ കോഡ് മോഡുലസ് എന്ന് പറയും. സീക്കൻഡ് മോഡുലസിൻ്റെ വേറൊരു ടൈപ്പ് അത്രയേ ഉള്ളൂ. പോയിന്റ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ദെൻ സച്ച് വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് കോഡ് മോഡുലസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സീക്കൻഡ് മോഡുലസ് ആണ്. അതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ സീക്കൻഡ് മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലാണ്, ഏത് സ്ട്രെസ് വാല്യൂവിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൂടി നമ്മൾ അതിൻ്റെ കേസിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഓരോ പോയിന്റിലല്ലേ നമ്മൾ ലൈൻ വരച്ചിട്ട് ഒറിജിനിലേക്കുള്ള ലൈൻ വരച്ചിട്ട് ആ പോയിന്റിനെ ഒറിജിനെയും കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടല്ലേ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് പോയിന്റിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, ഏത് പോയിന്റിലാണ് നമ്മൾ സീക്കൻഡ് മോഡുലസ് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് കൂടി ആ സീക്കൻഡ് മോഡുലസിൻ്റെ പറയുന്ന കേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ സീക്കൻഡ് മോഡുലസ് ആണ് നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഇനി ഇതിൽ സ്റ്റാറ്റിക് മോഡുലസ് അതുപോലെ തന്നെ ഡൈനാമിക് മോഡുലസ് എന്ന് പറഞ്ഞിട്ട് 2 ടേം ഉണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇറക്കും. അതിൻ്റെ ഇനീഷ്യൽ ടാൻജൻറ്റ് മോഡുലസും സീക്കാൻറ്റ് മോഡുലസും അതുപോലെ തന്നെ കോഡ് മോഡുലസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ കോൺക്രീറ്റിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5000√fck നിങ്ങൾ അതായത് ഡിസൈനിൽ പഠിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് കോൺക്രീറ്റിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോൺക്രീറ്റിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ. കോൺക്രീറ്റിനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് എങ്ങനെയാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ ഡെൻസ് അഗ്രിഗേറ്റ് ലീഡ്സ് ടു ഹൈ വാല്യൂ ഓഫ് ഇ. അതായത് അഗ്രിഗേറ്റിൻ്റെ സൈസ് മീൻസ് അഗ്രിഗേറ്റിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ എമൗണ്ട് കൂടുമ്പം കോൺക്രീറ്റിൽ അതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടും. അങ്ങനെ വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വെച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ. അപ്പോൾ കുറേ അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് കൂടുതൽ സ്ട്രെസ് എടുക്കും. ഓക്കെ. സ്ട്രെയിൻ കുറവായിരിക്കും. സോ അതിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതായത് ഡെൻസ് അഗ്രിഗേറ്റ് ദാറ്റ് ലീഡ്സ് ടു ഹൈ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ലാർജ് പ്രപ്പോർഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ലീഡ്സ് ടു എ ഹൈ വാല്യൂ ഓഫ് ഫി ആസ് വെൽ. അതായത് അതാണ് പറഞ്ഞ കാര്യം. അതായത് പ്രപ്പോർഷൻ അതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടും. ഓക്കെ. Very large value of phi of the aggregate will leads to elastic mismatch among the aggregate mortar and crack in the transition zone. പക്ഷേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അഗ്രിഗേറ്റിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ അഗ്രിഗേറ്റിൻ്റെ നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെല്ലാം ഏകദേശം സെയിം ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ട്രാൻസിഷൻ സോണിൽ ക്രാക്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിനകത്ത് ഹൈ വാല്യൂ ഉള്ള അഗ്രിഗേറ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉള്ള അഗ്രിഗേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് ഹയർ പ്രൊപ്പോർഷൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്താൽ ഹയർ വാല്യൂ ഉള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അഗ്രിഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് മിസ്മാച്ച് ഉണ്ടാവും. അപ്പോൾ അത് എന്തുണ്ടാവും? കോൺക്രീറ്റിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യാൻ റീസൺ ആവും. ഓക്കെ. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റിൻ്റെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ. ഗ്രാനൈറ്റിൻ്റെ കേസിൽ 1.4 × 10⁵ MP ആണ്. സാൻഡ്സ്റ്റോൺ ആണെങ്കിൽ 0.2 to 0.5 ആണ്. എക്സ്പാൻഡഡ് ഷെയിൽ ആണെങ്കിൽ 0.07 to 0.121 ആണ്. ഇനി ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റ് ആണെങ്കിൽ 0.07. ദെൻ കോൺക്രീറ്റ് ആണെങ്കിൽ 0.1 to 0.2 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് അഗ്രിഗേറ്റ് എങ്ങനെയാണ് അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം. അതായത് അഗ്രിഗേറ്റിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കൂടും. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. The elastic modulus of cement paste is determined by its porosity. The water cement ratio, air content, admixture dosage and degree of cement hydration control the porosity of cement paste. സിമെൻറ്റ് പേസ്റ്റിൻ്റെ പോറോസിറ്റി ആണ് അതിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലാസ്റ്റിക് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് സിമ്പിൾ ഇക്വേഷൻ. അതായത് നമ്മൾ കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് അഗ്രിഗേറ്റിൻ്റെ ടേംസിലും അതുപോലെ തന്നെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ ടേംസിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പറഞ്ഞു അഗ്രിഗേറ്റിൻ്റെ കേസിൽ ഡെൻസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ കേസിൽ അതിൻ്റെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി സിമെൻറ്റ് പേസ്റ്റിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെയാണ് അത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് നമ്മൾ റിലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് ഈസി, ദാറ്റ്സ് ഈക്വൽ ടു ഇ എന്ന് വെച്ചാൽ അഗ്രിഗേറ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഇൻറ്റു ജി എന്ന് പറയുന്നത് അഗ്രിഗേറ്റിൻ്റെ വോളിയൂംസ്, അതായത് അഗ്രിഗേറ്റിന് എത്ര പെർസെൻറ്റേജ് ഓഫ് എത്ര വോളിയം അഗ്രിഗേറ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ. ഇ പി എന്ന് വെച്ചാൽ സിമെൻറ്റ് പേസ്റ്റിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, 1 - G എന്ന് വെച്ചാൽ സിമെൻറ്റ് പേസ്റ്റിൻ്റെ ഫ്രാക്ഷൻ എത്രയുണ്ട് ടോട്ടൽ വോളിയത്തിൽ. അപ്പം നേരത്തെ അഗ്രിഗേറ്റിൻ്റെ കേസിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ് വരുന്നത്. അപ്പോൾ ഇ സി ഈക്വൽ ടു ഇ എ ഇൻറ്റു ജി പ്ലസ് ഇ പി ഇൻറ്റു 1 - G എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേർ ഇ സി ഇസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് പറഞ്ഞു, ഇ എ ഇസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് അഗ്രിഗേറ്റ്, ഇ പി ഇസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സിമെൻറ്റ് പേസ്റ്റ്, G is the volume fraction of the aggregate, 1 - G is the volume fraction of the cement paste. EP is low due to poor density of the
ട്രാൻസിഷൻ സോൺ. PC എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി നമുക്ക് സിമെൻറ്റ് പേസ്റ്റിൻ്റെയും അഗ്രിഗേറ്റിൻ്റെ ടേമിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഈസ് ഈക്വൽ ടു EAG + CP × 1 - G എന്ന് എഴുതാം. ഓക്കെ, EP മോഡുലസ് ഓഫ് വെലോസിറ്റി സിമെൻറ്റ് പേസ്റ്റ് എന്താണ് പറയുന്നത്? കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ട്രാൻസിഷൻ സോണിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി കുറയും. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ട്രാൻസിഷൻ സോണിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അടുത്ത എഫക്റ്റ് ഓഫ് ട്രാൻസിഷൻ സോൺ എന്താണെന്ന് നോക്കാം. മോഡുലസ് ഓഫ് വെലോസിറ്റിൻ്റെ കേസിൽ ദ എക്സിസ്റ്റിംഗ് ക്രാക്സ് ഇൻ ദ ട്രാൻസിഷൻ സോൺ ആൻഡ് ദ ഓറിയൻറ്റേഷൻ ഓഫ് CH crystal as well as existing void space make the transition zone weak. This causes elastic modulus to drop gradually with increasing load. അതായത് ട്രാൻസിഷൻ സോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം വീക്കസ്റ്റ് സോണാണ്. അവിടെ മൈനർ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും വീക്കസ്റ്റ് സോൺ ആയതുകൊണ്ട്. അപ്പോൾ ആ ട്രാൻസിഷൻ സോണിൽ വോയിഡ് സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതിൻ്റെ CSH ക്രിസ്റ്റലിൻ്റെ ഓറിയൻറ്റേഷൻ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രാൻസിഷൻ സോൺ വീക്കസ്റ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ വീക്കസ്റ്റ് സോൺ ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? നമ്മൾ അതിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ മീൻസ് അതിന് അത്രയും സ്ട്രെസ് എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ അത്രയും സ്ട്രെസ് എടുക്കാനുള്ള കഴിവില്ല എന്ന് വെച്ചാൽ അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി ലോവസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് വെലോസിറ്റി അതിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ സോണിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി എന്താണ്? കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഇലാസ്റ്റിക് മോഡുലസ് ടു ഡ്രോപ്പ് ഗ്രാജുവലി വിത്ത് ഇൻക്രീസിങ് ലോഡ്. അപ്പോൾ ട്രാൻസിഷൻ സോണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ മോഡുലസ് ഓഫ് വെലോസിറ്റി കുറയും. ഇനി മിക്സ് പ്രപ്പോർഷൻ്റെ കേസിലാണെങ്കിൽ റിച്ച് മിക്സ് ആണെങ്കിൽ, റിച്ച് മിക്സ് എന്ന് വെച്ചാൽ സിമെൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലുള്ള മിക്സ് ആണെങ്കിൽ അതിന് മോഡുലസ് ഓഫ് വെലോസിറ്റി ഹയർ ആയിരിക്കും കമ്പയർ ടു ലീൻ മിക്സിനെ അപേക്ഷിച്ചിട്ട്. ലീൻ മിക്സിൻ്റെ കേസിൽ സിമെൻറ്റിൻ്റെ എമൗണ്ട് കുറവാണ്. സോ അതിനത്രയും അതിൻ്റെ സിമെൻറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. റിച്ച് ആണെങ്കിൽ സിമെൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും, അതിന് മോഡുലസ് ഓഫ് വെലോസിറ്റിയും കൂടുതലായിരിക്കും. ഇനി അഗ്രിഗേറ്റിൻ്റെ ഏജ് ഓഫ് കോൺക്രീറ്റിൻ്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റിയും കൂടുന്നു. സ്ട്രെസ്സ് അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഏജ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, നെക്സ്റ്റ് വെറ്റ്നെസ് ഓഫ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ? വെറ്റ് കോൺക്രീറ്റ് വിൽ ഷോ ഹയർ മോഡുലസ് ഓഫ് വെലോസിറ്റി ദെൻ ഡ്രൈ കോൺക്രീറ്റിനേക്കാളും കൂടുതൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ഉണ്ടാകുന്നത് വെറ്റ് കോൺക്രീറ്റിനായിരിക്കും. Wet concrete being saturated with water experience less strain for given stress and hence give higher modulus of velocity. വെറ്റ് കോൺക്രീറ്റിനാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറ്റ് കോൺക്രീറ്റിൻ്റെ കേസിൽ ലോഡ് കൂടുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത്ത് കുറയും. അപ്പോൾ സ്ട്രെയിൻ കുറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് വെലോസിറ്റി. സോ സ്ട്രെയിൻ കുറയുമ്പം അതിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഗ്രിഗേറ്റിൻ്റെ കേസിൽ ഡെൻസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ മോഡുലസ് ഓഫ് വെലോസിറ്റി കൂടും. സിമെൻറ്റ് പേസ്റ്റിന് ട്രാൻസിഷൻ സോണിൽ അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയുമ്പം സിമെൻറ്റ് പേസ്റ്റിൻ്റെ മോഡുലസ് ഓഫ് EP കുറയുമ്പം EP കുറവായിരിക്കും. അതുകൊണ്ട് മോഡുലസ് ഓഫ് വെലോസിറ്റി കുറയും. അല്ലാത്ത കേസിൽ ട്രാൻസിഷൻ സോണിൻ്റെ കേസിലല്ല, നോർമൽ കേസിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ഓക്കെ, ഈ ഹൈഡ്രേറ്റഡ് സിമെൻറ്റ് പേസ്റ്റിൻ്റെ കേസിൽ അതിൻ്റെ ഇത് കൂടുമ്പോൾ മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് കോൺക്രീറ്റും കൂടും. പിന്നെ ട്രാൻസിഷൻ സോണ് പ്രസൻസ് ഓഫ് ട്രാൻസിഷൻ സോൺ ഉണ്ടെങ്കിൽ ട്രാൻസിഷൻ സോണിൻ്റെ പ്രസൻസ് അതിനെ മോഡുലസ് ഓഫ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്യും. ദെൻ മിക്സ് പ്രപ്പോർഷൻ്റെ കേസിൽ റിച്ചർ മിക്സ് ആണെങ്കിൽ ഹയർ ആയിരിക്കും, ലീനിയർ മിക്സ് ആണെങ്കിൽ കുറവായിരിക്കും. ഏജ് കൂടുമ്പോൾ മോഡുലസ് ഓഫ് വെലോസിറ്റി കൂടും. ദെൻ വെറ്റ്നെസ് ഓഫ് കോൺക്രീറ്റ് കൂടുമ്പോൾ മോഡുലസ് ഓഫ് വെലോസിറ്റി കൂടും. ഡ്രൈ കോൺക്രീറ്റിന് മോഡുലസ് ഓഫ് വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കോൺക്രീറ്റിൻ്റെ മോഡുലസ് ഓഫ് വെലോസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.